കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിനെ സ്വന്തം ഓഫീസിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കി വൈസ് ചാൻസലർ സിസ തോമസ്. KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് യോഗം പിൻവലിച്ചിരുന്നു. എന്നാൽ സസ്പെൻഷൻ ഉത്തരവ് നിലനിൽക്കുന്നു എന്നാണ് VC-യുടെ നിലപാട്. ഈ സാഹചര്യത്തിൽ ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചാൽ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നാണ് നോട്ടീസ്. വൈസ് ചാൻസലറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് SFI നാളെ സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കും. അതേസമയം ഗവർണർക്കെതിരായ പ്രതിഷേധം ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. കേരള സർവകലാശാലയിൽ രജിസ്ട്രാർ വൈസ് ചാൻസലർ ഗവർണർ സർക്കാർ പോരും മുറുകുകയാണ്. താത്കാലിക ചുമതല ഒഴിയും മുൻപ് രജിസ്ട്രാർ KS അനിൽകുമാറിനെ സർവകലാശാല ആസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നതിൽ ഡോക്ടർ സിസ തോമസ് വിലക്കി. സസ്പെൻഷൻ പിൻവലിക്കാത്ത സാഹചര്യത്തിൽ അനിൽകുമാറിന്റെ നടപടികൾ ചട്ടവിരുദ്ധമാണ്. ഇത് തുടർന്നാൽ അച്ചടക്ക നടപടികൾക്ക് വിധേയനാക്കുമെന്നും അനിൽകുമാറിന് അയച്ച നോട്ടീസിൽ VC മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് നടപടിയിൽ എതിർപ്പുണ്ടെങ്കിൽ നിയമന അതോറിറ്റിയെ സമീപിക്കാമെന്ന കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് VC-യുടെ നടപടി. എന്നാൽ വിലക്ക് മറികടന്ന് സർവകലാശാലയിൽ എത്താനാണ് അനിൽകുമാറിന്റെ തീരുമാനം. ഇതിനിടെ കഴിഞ്ഞ ദിവസം സർവകലാശാല ആസ്ഥാനത്ത് SFI നടത്തിയ പ്രതിഷേധത്തിനെതിരെ VC DGPക്ക് പരാതി നൽകി. പ്രതിഷേധത്തിൽ അറസ്റ്റിലായ SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഉൾപ്പെടെ 26 പേർ റിമാൻഡിലാണ്. എന്നാൽ ഗവർണർക്കും വൈസ് ചാൻസലർ മോഹൻ കുന്നുമലിനുമെതിരെ അതിശക്തമായി പ്രതിഷേധിക്കാനാണ് SFI തീരുമാനം. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിൽ നിന്നിറങ്ങി മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയും സംരക്ഷിക്കാനുള്ള മുദ്രാവാക്യം ഉയർത്തി സമരം ചെയ്യും. VC-യെ തടയുന്നത് ഉൾപ്പെടെയുള്ള സമരങ്ങൾ ഞങ്ങൾ നടത്തും. ഇതിനിടെ ഗവർണറുടെ നീക്കങ്ങളെ അപലപിച്ച് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും രംഗത്തെത്തി. BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം NCERTയും അതുപോലെ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലെ വൈസ് ചാൻസലർമാരും ഒരു RSS നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു നിലപാട് ഐക്യകേരള രൂപീകരണത്തിന് ശേഷം അങ്ങനെ ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. അത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുന്നതിന് വേണ്ടി മാത്രമേ കഴിയുള്ളൂ. അതേസമയം ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധികളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഇടതുപക്ഷത്തിന്റെ ശ്രമമാണ് പ്രതിഷേധത്തിന് പിന്നിലെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ SFI നടത്തിയത് ഗുണ്ടായിസമാണ്. ആ ഗുണ്ടായിസത്തിന് സർക്കാരും പോലീസും കൂട്ടുനിന്നു. എന്തിനു വേണ്ടി ആർക്കെതിരായിട്ടാണ് ഇന്നലെ സമരം നടത്തിയത്? ഇത് വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള സമരമാണ്. സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ ഗവർണറും സർക്കാരും ചേർന്ന് തടസ്സപ്പെടുത്തുന്നു എന്നായിരുന്നു കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഇത് അവർ രാഷ്ട്രീയ അജണ്ടയോടുകൂടി വളരെ തെറ്റായ രീതിയിലുള്ള നടപടികളാണ് സംസ്ഥാന ഗവൺമെന്റും ഗവർണറും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും തെറ്റാണ് ചെയ്യുന്നത്. ആ രണ്ട് തെറ്റേയും ഞങ്ങൾ എതിർക്കുകയാണ്. രജിസ്ട്രാർ KS അനിൽകുമാർ അയക്കുന്ന ഫയലുകൾ അംഗീകരിക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഡോക്ടർ സിസ തോമസ് കൈക്കൊണ്ടത്. ഇതിന്റെ ഭാഗമായി ഫയലുകൾ നേരിട്ട് അയക്കാൻ ജോയിന്റ് രജിസ്ട്രാർമാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സിസ തോമസ് നിയോഗിച്ച ഡോക്ടർ മിനി കാപ്പന് ഇതുവരെ ചുമതല ഏൽക്കാനും സാധിച്ചിട്ടില്ല. വിദേശത്ത് നിന്ന് വൈസ് ചാൻസലർ മോഹൻ കുന്നുമലും തിരിച്ചെത്തുന്നതോടെ വരും ദിവസങ്ങളിൽ VC രജിസ്ട്രാർ പോര് സങ്കീർണമാകും. വിഷയത്തിൽ ചാൻസലർ കൂടിയായ ഗവർണറുടെ നടപടി എന്താകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.